പ്ലേറ്റിലോട്ട് കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളി, കുറച്ച് ആപ്പിളൊക്കെ ഇടൂ. എന്താ ബാക്കിയുള്ള സ്ഥലത്ത് ഞാനും കൂടി കയറി ഇരിക്കാം? വേണ്ട, ഡോക്ടർ കിഴങ്ങ് കഴിക്കരുതെന്നാ പറഞ്ഞേക്കുന്നേ. അയ്യോ, എന്റെ ചാർജ് കുറഞ്ഞു പോയി. എവിടെയെങ്കിലും കുത്തി ചാർജ് ചെയ്തേ പറ്റൂ. ആ, കിട്ടിപ്പോയി. എന്റെ പേര് ടോർച്ച്. മുഴുവൻ പേര് കള്ളൻ ടോർച്ച് എന്നാ. ഞാൻ ഈ കടയിലെ മുഴുവൻ സാധനങ്ങളും അടിച്ചു മാറ്റും. ആ മതി, മോഷ്ടിക്കാൻ ഇത്രയും ചാർജ് മതിയായിരിക്കും. പെട്ടെന്ന് ഈ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റാം. എടാ വാ, നമുക്ക് അവിടെ എന്താണെന്ന് പോയി നോക്കാം. ഏയ് പിടിക്കവനെ. അവനെന്താ വീഴാൻ പോവാണോ പിടിക്കാൻ വേണ്ടി? എടാ അവൻ കള്ളനാണ്. സന്തോഷേട്ടൻ കടയിലില്ല. ആ ചേട്ടന്റെ കടയിൽ കയറി എല്ലാം മോഷ്ടിക്കുകയാണ്. എനിക്ക് ഈ മോഷണമൊന്നും കാണാൻ വയ്യ. ആ, ഇതല്ലേ കാര്യം. ആ, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നിക്കാം. ആ, ഇപ്പൊ ഓക്കെയാണ്. ഏയ്, എന്റെ അപ്പൂപ്പൻ പട്ടാളത്തിലാണ്. വെടിവെച്ച് പറപ്പിച്ചു കളയും രണ്ടെണ്ണത്തിനെ. വരൂ, കള്ളനെ പിടിക്കാം. അഡ്വഞ്ചർ എങ്കിൽ അഡ്വഞ്ചർ, ഹീറോയിസം എങ്കിൽ ഹീറോയിസം. ഇതിനുള്ളിൽ കുറ്റാക്കൂരിട്ടാണല്ലോ. ഏയ്, ഒന്നും കാണാൻ മേല. ആ ഫോണിന്റെ ലൈറ്റ് ഒന്ന് അടിച്ചേ. അയ്യോ, രക്ഷിക്കൂ, വീഴുന്നേ. തറയിൽ മുഴുവൻ പയറ് വീണിരിക്കുകയാണല്ലോ. പയറ് മാത്രമേ അരിയില്ല. രണ്ടും കൂടി കിട്ടിയിരുന്നെങ്കിൽ പയറും കഞ്ഞിയും വെക്കായിരുന്നു. ഗോതമ്പോ? നമ്മളെന്താ ഗോതമ്പ് പാടത്തിലാണോ? കടയിലല്ലേ? എടാ കഴുത, ഇത് കട തന്നെയാ. ധാന്യങ്ങളെല്ലാം തറയിൽ വീണ് കിടക്കുക. നമ്മൾ അതിന് മുകളിൽ വീണ് കിടക്കുക. ഇവിടെ ഒരു കള്ളനുണ്ടായല്ലോ, അവൻ എവിടെ പോയി? ഭൂതം അല്ല, കള്ളൻ. പിടിക്കണ അവനെ. പിടിച്ചത് തന്നെ. പിടിക്കൂ, കള്ളനെ. ആ, എണ്ണ പോരട്ടെ. കള്ളൻ, കള്ളൻ, പിടിക്കൂ, പിടിക്കൂ. പിടിക്ക്, കള്ളൻ ഓടിപ്പോകരുത്. പിടിക്ക്, കള്ളനെ പിടിച്ചു. യാഹൂ. ഏയ്, ഇത് കള്ളനല്ല, ഇത് സന്തോഷേട്ടനാണല്ലോ. എടാ, കൈയോടുകൂടി പിടികൂടി നിന്നെയൊക്കെ. നീയൊക്കെ മോഷ്ടിക്കായിരുന്നല്ലേ? മോഷ്ടിക്കാൻ നിനക്ക് സാരേക നാണമാവുന്നില്ലേ? ഏയ്, ഞങ്ങള് കള്ളന്മാരല്ല. ആരെയാണോ പിടിക്കേണ്ടത് അവൻ ഓടിപ്പോയി, അതും പുറകിലത്തെ വാതില് വഴി. ഏയ് സന്തോഷേട്ടാ, ഞങ്ങൾ കള്ളന്മാരല്ല. കള്ളന്റെ ഒരു ടോർച്ചാണ്. ഞങ്ങൾ അവനെ പിടിക്കാൻ വേണ്ടി വന്നതാ. അവൻ പുറകിലത്തെ വാതിൽ വഴി ഓടി. അതിന് അവിടെ ആരും ഇല്ലല്ലോ. എന്റെ നെറ്റിയിലെന്താ മണ്ട ശിരോമണി എന്ന് എഴുതിയിട്ടുണ്ടോ? ഏയ്, കാണുന്നില്ല, മാഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം പെർമനന്റ് മാർക്കർ കൊണ്ട് എഴുതാം. നിർത്ത്. നിങ്ങൾ 3 പേരും കാരണം എന്റെ കടയുടെ അവസ്ഥ ദയനീയമായിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും?
ഇതിന്റെ അർത്ഥം എന്താ? അറിയില്ല. സംഗീതത്തിനുള്ള മറുപടി ഞങ്ങൾ സംഗീതം കൊണ്ട് തന്നെ തരുമായിരുന്നു. ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാം. അകത്ത് പോയി നോക്കിയിട്ട് വരട്ടെ എത്രമാത്രം നഷ്ടമുണ്ടെന്ന്. അത് കഴിഞ്ഞ് നിങ്ങളുടെ തബല ഞാൻ വായിക്കാം. ഈ സന്തോഷേട്ടൻ എന്തിനാ പാട്ട് പാടിക്കൊണ്ട് സംസാരിക്കുന്നത്? ഇയാളുടെ സംസാരം കേട്ടിട്ട് പറയുന്നത് കേൾക്കണോ അതോ ഡാൻസ് കളിക്കണോന്നാ? എന്നിട്ട് ഞാൻ തബല അടിച്ചോണ്ട് സംസാരിച്ചപ്പോൾ എന്നോട് ചൂടായി. എന്താ പറയാ, കലികാലം തന്നെ. ഗോലി, ലട്ട, ഗുണ്ടു, നിങ്ങളുടെ 3 പേരുടെ അടുത്തും 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ എന്റെ കടയിലുണ്ടായ നഷ്ടത്തിന് കാശ് തരണം, അല്ലെങ്കിൽ എന്റെ കടയിൽ 2 ദിവസം ജോലി ചെയ്യണം. അപ്പൊ ചെയ്തില്ലെങ്കിൽ നിനക്കറിയില്ലേ ഈ ഗ്രാമത്തിൽ എന്റെ ഒരു കട മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് റേഷൻ കിട്ടുകയുള്ളൂ. 3 മാസത്തേക്ക് പഞ്ചസാര, അരി, പയർ ഇതൊന്നും നിന്റെ വീട്ടിലേക്ക് വരത്തില്ല. പച്ചവെള്ളം കുടിച്ച് നിനക്കുറങ്ങാം. ഇനിയിപ്പോ വേറെ ഓപ്ഷനൊന്നുമില്ല. ആ കള്ളം വൃത്തിയേടാക്കിയത് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. നിങ്ങൾ വെക്കോ, നിങ്ങളുടെ ജനറൽ സ്റ്റോർ ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, കട നല്ലപോലെ വൃത്തിയാക്കി. ഞാനിപ്പോ വരാം. സന്തോഷേട്ടന് നല്ലത് ചെയ്യാൻ പോയിട്ട് അയാൾ ഇപ്പൊ നമുക്ക് 8ന്റെ പണി തന്നു. ഇപ്പൊ ഈ ചെറിയ കടയിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു. എടാ, ജോലി ചെയ്യുന്നതിൽ വലിപ്പച്ചെറുപ്പം ഒന്നും ഇല്ല. എങ്കിൽ നീ ആ ചെലന്തി വില ഒന്ന് അടിച്ചേ. ഇത്രയ്ക്ക് ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അത് നീ തന്നെ അങ്ങ് ചെയ്താൽ മതി. നിന്നെ പോലെ ഒരു അലസനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് സൂചിപ്പിച്ചിട്ട് കടം വാങ്ങിച്ചിട്ട് പോവാനല്ലേ? സാധനം എന്താ വേണ്ടെന്ന് പറ. കുറച്ച് മഞ്ഞപ്പൊടി തന്നെ. സോറി, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഇല്ല, അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇരിക്കല്ല, കിടക്കാണ്, ഉറങ്ങാണ്. 2 ദിവസം കഴിഞ്ഞു വരും. അപ്പോഴത്തേക്കും എഴുന്നേറ്റ് നീക്കും. ചേട്ടാ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേ. കാണിച്ചേ നോക്കട്ടെ. ദേ അവിടെ ആ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഷാമ്പു അത് ഇവിടെ കിട്ടത്തില്ല. എങ്കിൽ താഴെയുള്ളത് വായിക്കേ. താഴെ ടോട്ടൽ എന്നാ എഴുതിയിരിക്കുന്നത്. എന്നാ 2ന്റെ ഇടയിലുള്ളത് വായിക്കേ. അതിന്റെ ഇടയിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. നിനക്ക് എന്താ വേണ്ടത്? തമാശ കളിക്കാൻ വന്നതാ. വീട്ടിലിരുന്ന് ബോറടിച്ചു, അപ്പൊ ഒന്ന് മൂഡ് ഫ്രഷ് ആക്കാൻ വേണ്ടി വന്നതാ. എന്തായാലും അടിപൊളിയായി. നാട്ടിലുള്ള ഇവരെ പോലുള്ളവന്മാരെല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മണ്ടയ്ക്കോട്ടാണല്ലോ വന്ന് കേറുന്നത്. മൂന്ന് പേരും ഇപ്പൊ തന്നെ വെളിയിൽ പോയിക്കോ, ഉടനെ തന്നെ. ഞാൻ എല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. കടയിൽ ഒരു കച്ചവടം പോലും നടക്കുന്നില്ല. നിങ്ങൾ കാരണമാണ് അത്. രാവിലെ മുതൽ വെറും 5 പേരാ കടയിൽ വന്നത്. അതുകൊണ്ട് നല്ല ജനറൽ സ്റ്റോർ ഏതാണെന്ന് ചോദിച്ചു. നമ്മൾ അടുത്തുള്ള സ്റ്റോർ കാണിച്ചു കൊടുത്തു. എന്റെ ജോലി എവിടെ? ഇറങ്ങിപ്പോ ഇവിടുന്ന്, ഇറങ്ങിപ്പോകാൻ, ഇറങ്ങിപ്പോ. ഓടിക്കോ. ഇവനെവിടെ കണ്ടതുപോലെ ഉണ്ടല്ലോ. ആ, ഓർമ്മ വന്നു. ഇങ്ങനെ ഒരു ടോർച്ച് ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. എടാ, ടിവിയിലല്ലടാ, അതാ കള്ളനാണ്. അവൻ കാരണം നമുക്ക് VIP-കൾക്ക് ഒരു ദിവസം മുഴുവൻ ആ കടയിൽ ചെലവഴിക്കേണ്ടി വന്നു. എടാ, നീ പുറകിലോട്ട് എവിടെ ഓടുന്നേ? കള്ളം മുമ്പിലാണ് ലട്ടാ. എടാ, ഞാൻ ലോങ് ജമ്പ് ചെയ്യാൻ പോവുകയാണ്. എന്നെ ചമ്മന്തിയാക്കല്ലേ. എടാ, എന്റെ അപ്പൂപ്പൻ പട്ടാളത്തിലാ. നിന്നെ വെടി വെച്ച് പറത്തിക്കളയും. എടാ കൊച്ചനെ, ഇന്ന് നീ കാരണം ദിവസം മുഴുവൻ ആ കടയിൽ പെട്ടുപോയി ഞങ്ങള്. ഇന്ന് നിന്റെ ബാറ്ററി വലിച്ചൂരി എടുത്ത് എന്റെ സ്പീക്കറിലിടും. എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് പാട്ട് കേൾക്കും. 70 വാട്ടിന്റെ ടോർച്ചായിരുന്നു. അടിച്ചടിച്ച് 3 വാട്ടാക്കി. എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാ സാധനങ്ങളും തിരിച്ചേൽപ്പിച്ചോളാം. ഞാൻ ഇനി മുതലും ജോലി ചെയ്ത് ജീവിച്ചോളാം. ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ല. എന്നോട് ക്ഷമിക്കൂ. ശരി, എങ്കിലും നീ ആ കടയിൽ വന്ന് പറ, കള്ളന്മാര് ഞങ്ങളല്ല, നീയാണ് കള്ളനെന്ന്. വരൂ. മൂന്ന് പേർക്കും താങ്ക് യു. പിന്നെ സോറി, നിങ്ങളെ കള്ളന്മാരായി കരുതിയേനെ.
നിങ്ങൾ 3 പേരും ഈ നാട്ടിലുണ്ടെങ്കിൽ എന്റെ കട സേഫ് ആയിരിക്കും. എന്റെ വകയായി 1 മാസത്തെ പഞ്ചസാര ഫ്രീ ഫ്രീ ഫ്രീ. പഞ്ചസാര വേണ്ട സന്തോഷേട്ടാ, ചോക്ലേറ്റ്.